നൂറ്റാണ്ടുകളായി ലോകത്തെ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന കേരളീയനാണ് ശ്രീ ശങ്കരാചാര്യർ. അദ്വൈത സിദ്ധാന്തത്തിന് യുക്തിഭദ്രമായ പുനരാവിഷ്കാരം നൽകിയ ഇദ്ദേഹത്തെ ഭാരതം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും മഹാനായ ദാർശനികന്മാരിൽ ഒരാളായി കണക്കാക്കുന്നു. ആദിശങ്കരന്റെ ജീവിതത്തെ പറ്റിയുള്ള അറിവുകളുടെ പരമ്പരാഗത ഉറവിടം ശങ്കരവിജയങ്ങൾ എന്ന കാവ്യഗ്രന്ഥങ്ങളാണ്. ഇതിഹാസ കാവ്യങ്ങളുടെ ശൈലിയിൽ രചിക്കപ്പെട്ടിട്ടുള്ള ജീവചരിത്ര ഗ്രന്ഥങ്ങളാണവ. ഈ രേഖകൾ പ്രകാരം ആദിശങ്കരൻ പെരിയാറിന്റെ തീരത്ത് കാലടി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ബ്രാഹ്മണ ദമ്പതികളായ ശിവഗുരുവിന്റെയും ആര്യാമ്പയുടെയും പുത്രനായി BC 788 ജനിച്ച അദ്ദേഹം 32 വയസ്സുവരെ ജീവിച്ചിരുന്നതായി രേഖകൾ സൂചിപ്പിക്കുന്നു. മധ്യകേരളത്തിൽ അങ്കമാലിക്കടുത്തുള്ള പൂർണ്ണ നദിക്ക് സമീപമുള്ള ശാസലം എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ കാലടിയിൽ വേദശാസ്ത്ര പണ്ഡിതനായ കൈപ്പള്ളി ഇല്ലത്ത് വിദ്യാധിരാജൻ എന്ന വിശ്വബ്രാഹ്മണ ശ്രേഷ്ഠന് ഒരു ഉണ്ണി പിറന്നു. രാജശേഖരൻ എന്ന സമീന്ദാർ അക്കാലത്ത് ഒരു ക്ഷേത്രം കാലടിയിൽ പണിതു. അങ്ങനെ അവിടെ ബ്രാഹ്മണരുടെ ഒരു അഗ്രഹാരം രൂപപ്പെട്ടു. ആ ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്ന ബ്രാഹ്മണനായിരുന്നു വിദ്യാധിരാജൻ. ശിവഗുരു എന്നു പേരുള്ള ഈ കുട്ടി ഉപനയനത്തിനു ശേഷം വേദവും ശാസ്ത്രങ്ങളും പഠിച്ച് പണ്ഡിതനായി തീർന്നു. പ്രായപൂർത്തിയായപ്പോൾ എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് പാഴൂർ എന്ന ഇല്ലത്ത് നിന്ന് ആര്യാമ്പ എന്ന കന്യകയെ വിവാഹം ചെയ്തു. വളരെ കാലം കാത്തിരുന്നിട്ടും ഇവർക്ക് കുട്ടികളുണ്ടായില്ല. കുട്ടികളില്ലാത്ത ഇവർ തൃശൂരിലേക്ക് പോവുകയും അവിടെയുള്ള വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോയി 48 ദിവസത്തെ പൂജകൾ ചെയ്യുകയും ചെയ്തു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആര്യ ആന്തർജനം ഗർഭിണിയായി. ഗർഭകാലത്ത് ഇവർ പലപ്പോഴും ശിവനെ സ്വപ്നം കണ്ടിരുന്നതായി പറയപ്പെട്ടിരുന്നു. അങ്ങനെ 10ാം മാസത്തിൽ മേടമാസത്തിലെ വൈശാഖ ശുക്ലപക്ഷത്തിലെ പഞ്ചമിയും പുണർദം നക്ഷത്രവും കൂടിയ കർക്കിടക ലഗ്നത്തിൽ ആര്യാമ്പ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ചെറുപ്പത്തിൽ തന്നെ ശങ്കരൻ സന്യാസത്തിലേക്ക് ആകൃഷ്ടനായിരുന്നു. എന്നാൽ ശങ്കരന്റെ അമ്മ അദ്ദേഹത്തിന്റെ ഈ ആഗ്രഹത്തിനെതിരായിരുന്നു. ഒരു ദിവസം തന്റെ വീടിനടുത്തുള്ള പെരിയാറിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ കാലിൽ ഒരു മുതല പിടുത്തമിടുകയും നദിയിലേക്ക് വലിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ അമ്മ മാത്രമേ അരികിലുണ്ടായിരുന്നുള്ളൂ. മുതലയുടെ കയ്യിൽ നിന്ന് തന്റെ മകനെ രക്ഷിക്കാൻ വഴിയൊന്നും കാണാഞ്ഞ് ആ അമ്മ വിലപിക്കുവാൻ തുടങ്ങി. സന്യാസം അടുത്ത ഒരു ജന്മമാണെന്നും അത് സ്വീകരിച്ചാൽ ഈ ജന്മത്തെ ഉപേക്ഷിക്കുവാൻ തനിക്ക് ഹേതുവായി അവതരിച്ച മുതലയിൽ നിന്നും തനിക്ക് രക്ഷപ്പെടാമെന്നും ശങ്കരൻ അമ്മയെ വിശ്വസിപ്പിച്ചു. ശങ്കരന്റെ വാദങ്ങൾ അംഗീകരിച്ച മാതാവ് സന്യാസത്തിനുള്ള അനുവാദം നൽകിയെന്നും തുടർന്ന് സന്യാസ ദീക്ഷ ഏറ്റുവാങ്ങിയ ശങ്കരനെ വിട്ട് മുതല അപ്രത്യക്ഷമായെന്നും ഐതിഹ്യം തുടരുന്നു. പല വിശ്വാസമുള്ള തത്വചിന്തകരുമായി ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഭാരതം മുഴുവൻ സഞ്ചരിച്ചു. 300-ലധികം സംസ്കൃത ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് ശ്രീ ശങ്കരാചാര്യർ. ഇവയിൽ മിക്കവയും വേദസാഹിത്യത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളുമാകുന്നു. വേദാന്ത തത്വചിന്തയിലെ അദ്വൈത വിഭാഗത്തിന്റെ ഏറ്റവും അറിയപ്പെടുന്ന വക്താവായ ശങ്കരൻ നൂറ്റാണ്ടുകളായി ജൈനമതത്തിന്റെയും ബുദ്ധമതത്തിന്റെയും വെല്ലുവിളി നേരിട്ടിരുന്ന യാഥാസ്ഥിതിക ഹിന്ദുമതത്തിന് ഇന്ത്യയിൽ വീണ്ടും അടിത്തറ പാകിയ വ്യക്തിയാണ്.